മാം കേറി വാ. ഇപ്പൊ സമയത്രേ? 9 11 മണി. രാത്രി 11 മണിക്ക് വന്നിട്ടും നിങ്ങൾക്കായി ഈ ഹോസ്റ്റലിലെ ഗേറ്റ് തുറന്നു കിട്ടി. എന്നിട്ടും ഒന്നും തോന്നുന്നില്ലേ? സത്യം പറഞ്ഞാ ഞങ്ങള് ഫ്രീസായി പോയി മാം. 9 മണിക്ക് ശേഷം തുറക്കാത്ത ഗേറ്റ് ഞങ്ങൾക്കായിട്ട് തുറക്കൊന്നും പ്രതീക്ഷിച്ചതേയില്ല. അല്ല മാം, എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് ഞങ്ങക്ക് മനസ്സിലായില്ല. അനുവിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഈ പെർമിഷൻ നൽകിയത്. താങ്ക് യു മാം. എന്ന് കരുതി നാളെ മുതൽ ഇതൊരു സൗകര്യമായി കരുതരുത്. ശരി, അനു എവിടെ? അവക്ക് വയ്യാത്തതുകൊണ്ട് ഷൈനിയും വൃന്ദയും മേഘയും അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇവിടുന്ന് പോയപ്പോ അവക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നാണല്ലോ തോന്നിയത്. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഡോക്ടർ എന്തു പറഞ്ഞു? ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടായ പ്രശ്നമാ മാം. വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. അനുവിന്റെ അമ്മയെ അറിയിക്കണ്ടേ? അയ്യോ വേണ്ട മാം, വേണ്ട, അറിയിക്കണ്ട. അതെന്താ? അത് മാം, ഞങ്ങൾ അവളുടെ അമ്മയെ അറിയിക്കാൻ തുടങ്ങിയതാ. പക്ഷെ അനു സമ്മതിച്ചില്ല, അതുകൊണ്ടാ അറിയിക്കാതിരുന്നത്. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അപ്പൊ അവള് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ നാളെ രാവിലെ വന്ന് അവളെ കണ്ടോളാം. കിരൺ പൊയ്ക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അവന് നമ്മുടെ കൂടെ ഇല്ലല്ലോ. മാം ഇങ്ങോട്ട് കേറി വന്ന് അനുവിന് നമ്മൾ എങ്ങനെ കാണിച്ചു കൊടുക്കും? ഈ രാത്രിയിൽ മാം ഇങ്ങോട്ട് വരുമൊന്നുമില്ല. നാളെ മോർണിംഗ് ഉറപ്പായിട്ടും അനുവിന്റെ അസുഖ വിവരം അറിയാൻ മാം ഇങ്ങോട്ട് വരും. ഞാൻ പിന്നെ എന്ത് പറയണമായിരുന്നു? അനുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വേറെ പ്രശ്നമായേനെ. ഇവിടെ ഇല്ലാത്ത അനു ഉണ്ടെന്നാ മാമിനോട് നീ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മാമിനെ ചീറ്റ് ചെയ്തതായിട്ട് തോന്നുന്നു. അനു വയ്യാതെ ഹോസ്പിറ്റലാണെന്ന് നീയല്ലേ മാമിനോട് പറഞ്ഞത്? ആ സമയത്ത് മാമിനോട് വേറെ എന്ത് പറയാനാ? അത് തന്നെയായിരുന്നു എന്റെ അവസ്ഥ. എന്തായാലും നാളത്തെ കാര്യമല്ലേ, അതിന് ഇന്ന് മുഴുവനും ഉറക്കം ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശോ, മേഘേ, നിനക്ക് വിശക്കുന്നില്ലേ? നീ എന്തെങ്കിലും എടുത്ത് കഴിക്ക്. എനിക്കൊന്നും വേണ്ട. എന്ത് കഴിച്ചാലും ഈ പെണ്ണെ തൊണ്ടയിൽ നിന്ന് ഒന്നും ഇറങ്ങില്ല. അനു ആരവും എന്തെങ്കിലും കഴിച്ചോന്ന് ആർക്കറിയാം? രുദ്രന്റെ കയ്യിൽ അനു അകപ്പെട്ടു എന്നറിഞ്ഞപ്പോ എനിക്കുണ്ടായ ഷോക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഇന്ന് രാത്രി അനു ആരവും സുരക്ഷിതരായിരിക്കുമോ? രുദ്രനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നല്ലേ അയാൾ പറഞ്ഞത്. അപ്പോ രുദ്രന്റെ അറ്റാക്ക് ഉണ്ടാവില്ല. പോലീസിന്റെ കാര്യത്തിലാ എന്റെ ടെൻഷൻ. രാത്രി സമയങ്ങളിൽ പോലീസ് പെട്രോളിംഗ് സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ ഈ ടോപ്പിക് ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കിത് കേട്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് വരുന്നു. എല്ലാരും ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കിടക്ക്. കിടക്കടി അങ്ങോട്ട്. കിടന്നിട്ട് എന്ത് ചെയ്യാനാ? ഉറക്കം വരണ്ടേ?
ഷൈനി, എന്താടി? അനുവിനെ രുദ്രൻ പിടികൂടിയപ്പോഴേ ആരവ് എവിടെയാന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അവൻ എന്തെടുക്കുവാന്നറിയാൻ നമ്മൾ അവിടെ ഇല്ലായിരുന്നല്ലോ. വൃന്ദേ, രുദ്രന്റെ പിടിയപ്പെട്ട ശേഷം അനു ആരവ് ഒന്നിച്ചു തന്നെയാണോ പോയത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. രാത്രി ആയതുകൊണ്ട് രണ്ടുപേരും ഇങ്ങോട്ട് തിരിച്ചു വരുമോ വൃന്ദേ? ഷൈനി, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. നിനക്ക് എന്താടി അറിയണ്ടേ? അവരെ കുറിച്ച് അറിയാതെ നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിലേ നീ പുറത്തിറങ്ങി പോയി അന്വേഷിച്ചിട്ട് വാ. ഞാൻ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി ചോദിച്ചതല്ലേ. ഇവിടെ മനസമാധാനം തകർന്നിരിക്കുമ്പോഴാ അവളുടെ ഒരു ചോദ്യം. വായടച്ച് കിടന്ന് ഉറങ്ങടി. നീ എന്തിനാ ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടുന്നേ? നാളെ രാവിലെ മാം ഇവിടെ വന്ന് നോക്കുമ്പോഴേ നിന്റെ ദേഷ്യം ഇതുപോലെ കാണണം. കിടന്നുറങ്ങടി. സങ്കടം വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പോടി. വൃന്ദേ, ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഈ രാത്രി അനു ആരവ് എവിടെയായിരിക്കും? അവര് രുദ്രന്റെ കൈപ്പെട്ടതുപോലെ ഏതെങ്കിലും ആപത്തിൽ ചെന്ന് ചാടും. എന്റെ ഈശ്വര, അനു ആരവോ ഒന്ന് തിരിച്ചു വന്നെങ്കിൽ